ഒരു ബിസിനസ്സേ തുടങ്ങേണ്ടത് എങ്ങനെയാണ് ആക്ച്വലി? ഇതിന് ഒരു എൻ്റെതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. 5 ഫിംഗർ കൺസെപ്റ്റ്. 5 ഫിംഗർ കൺസെപ്റ്റ്. യെസ്. നോക്കിയേ, ഈ 5 വിരൽ ഇത് സത്യത്തിൽ ഒരേ നീളാണോ? അല്ലല്ല. ഒരേ വണ്ണാണോ? അല്ല. അല്ല. ചെറുപ്പത്തിൽ ഇത് എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു, കുറച്ച് ചെറുതായിരുന്നു, പക്ഷേ ഇതേ പ്രൊപ്പോർഷൻ അല്ലേ? ഇനി വലുതായാലും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇതിൽ ഒരു വിരൽ മാത്രം കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് പ്രയോജനമില്ല, ആകെ അലമ്പായിരിക്കും കാണാനും ഭംഗി ഉണ്ടാവില്ല, പ്രയോജനമില്ല. അതെ അതെ അതെ. സത്യത്തിൽ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിലൊരുപാട് പഠിക്കാനുണ്ട്. വിരലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിരൽ ഒന്ന് മാത്രം നീണ്ടു നിന്നാൽ എന്താവും എന്നുള്ളതിൽ അതുപോലെ നമ്മുടെ ബിസിനസ്സിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രം നന്നായിട്ട് നമ്മൾ ചെയ്തു, ഓക്കെ ഓക്കെ, എന്ത് സംഭവിക്കും? എൻ്റെ ഫാദർ എപ്പോഴും പറയാറുള്ള ഒരു റൂളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിന്റെ കയ്യിൽ 10 രൂപയാണെങ്കിൽ നീ 5 രൂപ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 5 രൂപ എന്ത് ചെയ്യണം? കയ്യിൽ വെക്കണം. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മുടെ ഈ ആഴ്ച സാലിഹ് മാഷുമായിട്ടുള്ള ടൈമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ആ സബ്ജക്റ്റ് ഒരു വ്യത്യസ്തമായിരുന്നു. കാണാത്ത ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ഉണ്ട്. ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും അല്ലേ? അതെ അതെ അതെ. മാഷിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാഷൊരു 13 വർഷമായിട്ട് CA പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. IAMന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സന്തോഷം. ഈ ഒരു ബിസിനസ്സേ തുടങ്ങേണ്ടത് എങ്ങനെയാണ് ആക്ച്വലി? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? തീർച്ചയായും അല്ലേ. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, കുറേ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ബിസിനസ്. ഇതിനെന്ത് ചെയ്യണം? നമ്മൾ റിയൽ ടേമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇതന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഇതിന് ഒരു എൻ്റെതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. 5 ഫിംഗർ കൺസെപ്റ്റ്. 5 ഫിംഗർ കൺസെപ്റ്റ്. യെസ്. നോക്കിയേ, ഈ 5 വിരൽ ഇത് സത്യത്തിൽ ഒരേ നീളാണോ? അല്ലല്ല. ഒരേ വണ്ണാണോ? അല്ല. ചെറുപ്പത്തിൽ ഇത് എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു, കുറച്ച് ചെറുതായിരുന്നു, പക്ഷേ ഇതേ പ്രൊപ്പോർഷൻ അല്ലേ? ഇനി വലുതായാലും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇതിൽ ഒരു വിരൽ മാത്രം കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് പ്രയോജനമില്ല, ആകെ അലമ്പായിരിക്കും കാണാനും ഭംഗി ഉണ്ടാവില്ല, പ്രയോജനമില്ല. അതെ അതെ അതെ. സത്യത്തിൽ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിലൊരുപാട് പഠിക്കാനുണ്ട്. വിരലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിരൽ ഒന്ന് മാത്രം നീണ്ടു നിന്നാൽ എന്താവും എന്നുള്ളതിൽ അതുപോലെ നമ്മുടെ ബിസിനസ്സിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രം നന്നായിട്ട് നമ്മൾ ചെയ്തു, ഓക്കെ ഓക്കെ, എന്ത് സംഭവിക്കും? മറ്റേതും കാണാൻ ഭംഗി ഉണ്ടാവോ? അവിടെ ചിലപ്പോൾ കാണാൻ ഭംഗി, നമ്മളൊരു ബിസിനസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ഇന്റീരിയർ ചെയ്തു, വളരെ നന്നായിട്ട് ഇന്റീരിയർ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ മിനിമലായിട്ട് ചെയ്തു. പ്രത്യേകിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫണ്ട് ചിലപ്പോൾ മാറ്റി വെച്ചിട്ടേ ഉണ്ടാവില്ല. ഇതൊരു ഫംഗ്ഷനാണ്. കാണാൻ ആൾക്കാർക്ക് ഇന്റീരിയർ ഉണ്ടാവും അവിടെ നന്നായിട്ട്, പക്ഷെ ഇതങ്ങോട്ട് മുമ്പോട്ട് പോവില്ല, ഇതിനെക്കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. സോ ഇതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വെറുതെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല, വളരെ കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഫങ്ഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ്, അത് എന്തും ആവാം, നമ്മളുടെ ക്യാപിറ്റൽ ആവാം, നമ്മളുടെ തോട്ട് പ്രോസസ് ആവാം, നമ്മുടെ സ്ട്രാറ്റജീസ് ആവാം. ഈ കാര്യങ്ങളൊക്കെ ഈ ഓരോ ഫങ്ഷൻസിനും പ്രൊപ്പോർഷനായിട്ട് ഈക്വലി അല്ല കേട്ടോ കൊടുക്കേണ്ട, എത്രയാണോ കൊടുക്കേണ്ടത്. മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഫിക്സഡ് അസറ്റ്, സ്റ്റാഫ്, എവറിത്തിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഐഡന്റിഫൈ ദ ഫങ്ഷൻസ് ഫസ്റ്റ്. എന്നതിന് ശേഷം നമ്മുടെ റിസോഴ്സസ് ഇതിനെന്ത് ചെയ്യുക? കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക. ഇത് ബിസിനസ് തുടങ്ങുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും നമ്മൾ ഇതെന്ത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളുടെ ഏതെങ്കിലും വിരൽ കൂടുതൽ പോകുന്നുണ്ടോ, ഏതെങ്കിലും വിരൽ താഴ്ന്നു പോകുന്നുണ്ടോ? ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, നമ്മൾക്ക് ബിസിനസിന്റെ മുകളിൽ നല്ല കൺട്രോൾ ഉണ്ടാവും. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും, മെല്ലെ 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 അത് വളരും, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. സോ മിക്കവാറും ആൾക്കാർ വരുത്തുന്ന ഒരു വലിയൊരു ഫോൾട്ടാണ് ഇത്. അവർക്ക് ചിലപ്പം ഒരു 4-5 ഫംഗ്ഷൻസേ അറിയുന്നുണ്ടാവും. പക്ഷേ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലുള്ള ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഐഡന്റിഫൈ ചെയ്യും, ഇന്ന കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണേ. സോ അങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ അപ്പം തന്നെ അതിന് എഴുതി വെക്കുക, നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ പ്ലാനിലേക്ക് അത് ഇൻകോപ്പറേറ്റ് ചെയ്യുക. സോ ദാറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, നല്ലൊരു പ്ലാൻ ഉണ്ടാവണം നമുക്ക്, വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ. ഇഫ് യു ഹാവ് എ best plan, half the job is done.
സോ പ്ലാൻ ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകണം. യെസ്, ഈ ക്ലാരിറ്റി, ഈ പ്ലാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 5 പേരിലേക്ക് കൺസെപ്റ്റ് മാറ്റിയതാണ്. ഒരു 5 ഫിംഗർ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എക്സാക്ട്ലി പ്ലാൻ, ബിസിനസ് പ്ലാൻ. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ബിസിനസ് ഫങ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, നമ്പർ 1. നമ്പർ 2, അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. യെസ്, അതിൽ മിക്കവാറും ആൾക്കാർ ഫെയിലാവുന്ന സ്ഥലമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് തുടങ്ങി ഒരു 5-6 മാസത്തേക്കുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കണ്ടുവെക്കണം, കയ്യിൽ വെക്കണം. എൻ്റെ ഫാദർ എപ്പോഴും പറയാറുള്ള ഒരു റൂളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ കയ്യിൽ 10 രൂപയാണെങ്കിൽ നീ 5 രൂപ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 5 രൂപ എന്ത് ചെയ്യണം, കയ്യിൽ വെക്കണം. അത് ഫാദറിൻ്റെ കൺസെപ്റ്റിൽ പറഞ്ഞാണ്. ശരിക്കും മോഡേൺ കൺസെപ്റ്റിൽ 5 രൂപ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലാണ്. അതെ. മനസ്സിലായി? ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ധനമാണ് കയ്യിലുള്ളത്. കറക്റ്റ്. ശരിക്കും ഇബാദ് ഒരു എക്സ്പീരിയൻസിൽ എന്ത് തോന്നുന്നു? 10 രൂപ ഉണ്ടെങ്കിൽ എത്ര രൂപേൻ്റെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ആളുകൾ വെറുതെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതെ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറെ ആൾക്കാർ ഒരു പ്ലാനിങ്ങോട് ചെയ്യുന്ന ആൾക്കാർ സക്സസ് ആവുന്നുണ്ട്. മീൻസ് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. 10 രൂപ കയ്യിലുള്ളവൻ 20 രൂപേൻ്റെ ബിസിനസ് ചെയ്യും. യെസ്, എന്നിട്ട് എന്ത് ചെയ്യും? ബിസിനസ് അങ്ങ് തുടങ്ങിയ ഉടനെ ആൾ നെട്ടോട്ടോടും. അവിടെ എവിടെ മാക്സിമം എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഫണ്ട് സ്വരൂപിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. തുടങ്ങുമ്പോൾ ചെറിയ രീതി തുടങ്ങിയാലും പ്രശ്നമില്ല. പക്ഷേ നമ്മൾക്ക് ആ മുമ്പോട്ട് പോകാനുള്ള ഇന്ധനം നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, എല്ലാ ഫംഗ്ഷൻസും ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം മാഷ് പറഞ്ഞതുപോലെ ഇപ്പം നമ്മളെല്ലാ മേഖലയിലും ഇപ്പം എക്സ്പീരിയൻസ് ആയ ആളുകളിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കാം. എക്സാക്ട്ലി. ചില സമയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളൊക്കെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പഴയ ബിസിനസ്സുകാർക്ക് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നാൽ പഴയ ബിസിനസ്സുകാരുടെ ന്യൂ ജനറേഷൻ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യകത ഉണ്ടാവും. അപ്പം എന്താണെന്നറിയോ, ഇവിടെ ഡിസിഷൻ എടുക്കുന്ന ചിലപ്പോൾ അപ്പനായിരിക്കും. ഈ അപ്പനോട് ഈ സാധനം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മകൻ പെടുന്ന പാട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. കാരണം ഇതൊരു മോഡേൺ ഏജ് ആണല്ലോ, മോഡേൺ സാധനമാണ്. അപ്പൊ അതെന്താണെന്ന് അപ്പം മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്, കോമ്പറ്റീറ്റർ കയറി സാധനം ചെയ്ത് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ബ്ലെൻഡാ വേണ്ടത്. ഈ പഴയ ആൾക്കാരുടെ എക്സ്പീരിയൻസും പുതിയ ആൾക്കാരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കൂടി ഒരു ബ്ലെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ശരിക്കും സ്ഫോടനം നടക്കും, എക്സ്പ്ലോഷൻ നടക്കും. അതാണ് ശരിക്കും വേണ്ടത്. ഈ ഞാനൊരു വേറെ പ്രധാന CA എക്സ്പീരിയൻസ് 13 വർഷത്തെ എക്സ്പീരിയൻസ് രീതിയിൽ ഒരു നല്ല CA കാരനാകണമെങ്കിൽ എന്താണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ഒരു നല്ലൊരു CA കാരനാവണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലായിരിക്കും ചോദ്യം. ഒന്ന്, നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കേണ്ട സർവീസിൽ നമ്മൾ എങ്ങനെയാണ് ഏറ്റവും നല്ല CA കാരനാവുക എന്നുള്ളത്. അവിടെ ഞാൻ എപ്പോഴും പറയാറ്, നമ്മൾക്ക് ക്ലയൻറ്റിന് സമയം കൊടുക്കണം എന്നുള്ളത്. മിക്കവാറും ചാർട്ടേഡ് അക്കൗണ്ടൻസ് എല്ലാം ഭയങ്കര ബിസി ആയിരിക്കും. അവർക്ക് ഒരു 100 ക്ലയൻറ്റിൻ്റെ ഇടയിൽ ഒരു ക്ലയൻ്റ് ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ സമയം നന്നായിട്ട് കൊടുക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ ബിസിനസ് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലയൻറ്റ് ബിസിനസ്സിനെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ വെറും ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഏരിയ മാത്രമല്ല, ആളുടെ ഒരു കംപ്ലീറ്റ്, സത്യത്തിൽ എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസും അറിയുന്ന കേട്ടോ, ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ. പക്ഷേ പ്രശ്നം എപ്പോഴും എനിക്ക് തോന്നാറ് അവർക്ക് സമയമാണ്. ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിനെ പഠിക്കാനും അവരെ കൂടെ സ്പെൻഡ് ചെയ്യാനും അവർക്ക് അഡ്വൈസ് കൊടുക്കാനും എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നത്. അവിടെ വേറെയും പ്രശ്നമുണ്ട്. ഈ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ക്ലയൻറ്റിന് പേ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തായാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. സോ ഓഫ് കോഴ്സ് അവർക്ക് റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ വേണം. സോ ആ ഒരു എക്സ്പെക്ടേഷനും റിട്ടേണും തമ്മിലുള്ള ഒരു വേരിയൻസ് ഉണ്ടല്ലോ, അതുണ്ടാവാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യുന്നത്, നല്ലൊരു CA കാരൻ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഓഫ് കോഴ്സ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കറക്റ്റ്. അപ്പോൾ എന്നാലും ഓരോ എപ്പിസോഡുകളിൽ നമ്മുടെ ആളുകൾക്ക് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതേപോലെ തന്നെ അടുത്ത എപ്പിസോഡിലും വല്ല ടിപ്സൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒബ്വിയസ്ലി ഈ എപ്പിസോഡുകൾ ഇഷ്ടമാകുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇവരുടെ കമന്റിലാണ് നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കാം അല്ലേ? തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്.